Hello everyone. ആർമി, നേവി അല്ലെങ്കിൽ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും NDA എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. NDA അഥവാ നാഷണൽ ഡിഫൻസ് അക്കാദമി ഇന്ത്യയിലെ ആദ്യത്തെ ജോയിന്റ് സർവീസസ് മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് ആർമി, നേവി അല്ലെങ്കിൽ എയർഫോഴ്സിലെ ഓഫീസേഴ്സിന് വേണ്ടി, അത് ജോയിൻ ചെയ്യുന്ന ഓഫീസേഴ്സിന് വേണ്ടി 3 വർഷം ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ NDA എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വർഷം ട്രെയിനിങ്ങിന്റെ സമയത്ത് അവിടെ ഡിഗ്രി പ്രോഗ്രാമുകൾ ചെയ്യാനും അവസരമുണ്ടായിരിക്കും. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്നത് കയ്യിലൊരു ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് ഡിഗ്രിയുമായിട്ടായിരിക്കും. അപ്പോൾ ഇതിന് ശേഷം ഈ 3 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ആർമി ഓഫീസേഴ്സ് അല്ലെങ്കിൽ ആർമി കേഡറ്റ്സിന് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലും, നേവൽ കേഡറ്റ്സിന് ഇന്ത്യൻ നേവി അക്കാദമിയിലും, എയർഫോഴ്സ് കേഡറ്റ്സിന് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയിലും ജോയിൻ ചെയ്യാം. പിന്നെ ഫർദർ ട്രെയിനിങ് അവിടെ ആയിരിക്കും. അപ്പോൾ NDAയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ NDA എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ NDA എൻട്രൻസ് എക്സാം? അപ്പോൾ നമ്മുടെ NDA എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. നമ്മുടെ IAS, IPS പരീക്ഷകളൊക്കെ നടത്തുന്ന UPSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. വർഷത്തിൽ 2 തവണ എക്സാംസ് നടത്തുന്നുണ്ട്. മിക്കവാറും ഏപ്രിൽ, സെപ്റ്റംബർ മാസങ്ങളിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 സ്റ്റേജസ് ആയിട്ടാണ് നമ്മുടെ എക്സാം നടത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ റിട്ടൺ എക്സാമിനേഷനിൽ പാസ്സാകുന്നവർക്ക് വേണ്ടി ഒരു SSB ഇന്റർവ്യൂ ആയിരിക്കും നമ്മുടെ 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്ന് പഠിക്കുന്നവർക്ക് മാസം 56,100 റുപ്പീസിന്റെ സ്റ്റൈഫൻഡും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ NDA എക്സാംസ് ആരൊക്കെയാണ് എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ളത്, എന്താണ് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ, ദെൻ എങ്ങനെയാണ് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ, എന്നൊക്കെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റുകൾ, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആർക്കാണ് എലിജിബിലിറ്റി? നമ്മുടെ NDA എക്സാംസ് എഴുതുന്നതിനുള്ള എഡ്യൂക്കേഷണൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ആർമി വിങ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡ് പാസ്സായ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം ഫ്രം a recognized board. ഇനി എയർഫോഴ്സ് അല്ലെങ്കിൽ നേവൽ വിങ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ അപ്പോഴും എന്താണ് 12th സ്റ്റാൻഡേർഡ് പാസ്സായ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പഠിക്കുന്ന ആളായിരിക്കണം. ബട്ട് നിങ്ങളുടെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉൾപ്പെടുന്നതായിരിക്കണം. ഇനി ഓൺലി അൺമാരീഡ് മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനുള്ള അവസരം. ഏജ് ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് 2nd ജാനുവരി 2004-നും 1st ജാനുവരി 2007-നും ഇടയിലായിരിക്കണം. അപ്പൊ ഇതാണ് നമ്മളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിന്റെ ഒരു സ്കീം എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാമിന് 2 പേപ്പേഴ്സ് ഉണ്ടാകും. നമ്മുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് മാത്സ് ആണ്. അതിന്റെ ഡ്യൂറേഷൻ 2.5 മണിക്കൂറാണ് വരുന്നത്. മാക്സിമം മാർക്സ് 300 മാർക്സ് ആണ്. നമ്മുടെ 2ാമത്തെ പേപ്പർ ജനറൽ എബിലിറ്റി ടെസ്റ്റ് പേപ്പർ ആണ്. അതും 2.5 hours തന്നെയാണ് ഡ്യൂറേഷൻ. മാക്സിമം മാർക്സ് 600 ആണ്. ടോട്ടൽ 900 മാർക്സ് ആണ് നമ്മുടെ റിട്ടൺ എക്സാമിനേഷൻ ഉള്ളത്. ദെൻ അതിനുശേഷം നടക്കുന്ന ഇന്റർവ്യൂക്ക് 900 മാർക്സ് തന്നെയാണ് മാക്സിമം മാർക്സ് വരുന്നത്. ഇനി നമ്മുടെ റിട്ടൺ എക്സാമിനേഷനിൽ നമ്മൾ പറഞ്ഞു 2 പേപ്പേഴ്സ് ആണല്ലേ, മാത്സും പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റും. മാത്സ് പേപ്പർ നോക്കുവാണെങ്കിൽ 300 മാർക്സ് ആണ് മാക്സിമം വരുന്നത്. അവിടെ നിങ്ങൾക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാകുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓരോ ശരി ഉത്തരത്തിനും 2.5 മാർക്സ് ലഭിക്കും. അതുപോലെ ഓരോ തെറ്റുത്തരങ്ങൾക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. 0.83 മാർക്സിന്റെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. ഇനി നമ്മളുടെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് 600 മാർക്സ് ആയിരിക്കും ടോട്ടൽ. 150 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് മൊത്തത്തിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാകുന്നത്. ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക് വീതവും ഓരോ റോങ് ആൻസറിന് 1.33 നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടാകുന്നതായിരിക്കും. ദെൻ നമ്മളുടെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് GAT ടെസ്റ്റിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത്? അപ്പോൾ നമ്മുടെ GAT പേപ്പർ എന്ന് പറയുമ്പോൾ അത് 2 പാർട്ടുകളായിട്ടാണ് ഉണ്ടാകുന്നത്. പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് എയിൽ വരുന്നത് ഇംഗ്ലീഷ് ആണ്. അതിന്റെ മാക്സിമം മാർക്സ് 200 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ നിന്നും ഉണ്ടാകുന്നത്. ദെൻ പാർട്ട് ബിയിൽ വരുന്നതാണ് ഫിസിക്സ്, കെമിസ്ട്രി, ജനറൽ സയൻസ്,
കറണ്ട് ഇവന്റ്സ്, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി. അപ്പോൾ മൊത്തം 400 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ജനറൽ സയൻസ്, കറണ്ട് ഇവന്റ്സ്, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫിയിൽ നിന്നും ചോദിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഓഫ് 600 മാർക്സ് ആണ് നമ്മുടെ GAT ജനറൽ എബിലിറ്റി ടെസ്റ്റിന്റെ പേപ്പറിന് ഉണ്ടാകുന്നത്. ദെൻ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ 600 മാർക്സിൽ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ 900 മാർക്സ്, 600 പ്ലസ് നമ്മുടെ മാത്സിന്റെ മാർക്സ് കൂടി കൂട്ടി 900 മാർക്സിൽ എത്ര മാർക്സ് കിട്ടിയാലാണ് നിങ്ങൾ പാസ്സാക്കുക? നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് ആണ് കൊടുത്തിരിക്കുന്നത്. 2020ൽ 355 ആയിരുന്നു നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 2019ൽ അത് 346 ആയിരുന്നു. അപ്പോൾ ആലോചിക്കുക, 900 മാർക്സിൽ നിങ്ങൾക്ക് വേണ്ടത് എത്രയാണ്? 355 ആയിരുന്നു 2020ലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 355 എന്ന് പറയുമ്പോഴും ഓരോ സബ്ജക്റ്റിനും 25% മാർക്സ് വീതം കിട്ടണം, എന്നാലാണ് പാസ് ആവുകയുള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ നമ്മുടെ NDA എൻട്രൻസ് എക്സാമിനേഷൻ ഈ വർഷം ഏപ്രിലിൽ ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ 2 എക്സാംസ് ഒരു വർഷം നടത്തുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ എക്സാം ഏപ്രിലിൽ കഴിഞ്ഞു. പക്ഷെ എന്താണ്, നമ്മുടെ രണ്ടാമത്തെ എക്സാം സെപ്റ്റംബറിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു. 4th സെപ്റ്റംബർ 2022 രണ്ടാമത്തെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ റിട്ടൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 18th മെയ് മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ദെൻ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ 7th ജൂൺ 2022 വരെയാണ്. വൈകിട്ട് 6 മണി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല, നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, അധികം വൈകാതെ 7th ജൂൺ ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി എവിടെയാണ് അപേക്ഷിക്കേണ്ടത്? നമ്മുടെ വെബ്സൈറ്റ് upsconline.nic.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ UPSCയുടെ വെബ്സൈറ്റിൽ എന്താണ്, എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ നോട്ടിഫിക്കേഷനിലെ എല്ലാ വിശദ വിവരങ്ങളും അടങ്ങിയ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ upsconline.nic.in വെബ്സൈറ്റിൽ പോകുക, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ NDA എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം. എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, നമ്മുടെ എക്സാം വിന്നർ നിങ്ങളുടെ കൂടെയുണ്ട്. +1 സ്റ്റുഡൻസിന് വേണ്ടി എക്സാം വിന്നർ ദ്രോണ ബാച്ചുമായിട്ട് വന്നിരിക്കുകയാണ് NDA കോച്ചിങ്ങിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഡിഫൻസും ഇനി നമ്മളുടെ എക്സാമിനറുടെ കൂടെ നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീക്ക്ലി ക്ലാസ്സസ് അവൈലബിൾ ആണ്, എസ്പെഷ്യലി മാത്സിന് വേണ്ടിയിട്ട്. ദെൻ എക്സാം സ്പെഷ്യൽ ഫൈനൽ റിവിഷൻ, ഫുൾ സിലബസ് റിവിഷനും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ക്ലാസ്സിന്റെയും PDF നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ വിത്ത് ഫുൾ സിലബസ് അവൈലബിൾ ആയിരിക്കും. ടോപ്പിക് വൈസ് പ്രാക്ടീസ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബുക്കുകളാണ് നമ്മൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നത്. അപ്പോൾ ഇതെന്താണ്, ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ദ്രോണ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് വെറും 2999 rupees ആണ്. അപ്പോൾ എന്താണ്, നമ്മുടെ NDA ക്രാക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ ദ്രോണ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യുക. നമ്മൾക്ക് എന്താണ്, ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ഓക്കെ, താങ്ക് യു.